ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. സി ചന്ദ്രൻ്റെ നിരുപമം നിരീശ്വരം എന്ന തർക്കം കണ്ടു. ഇതുപോലെയുള്ള അനവധി തർക്കങ്ങൾക്ക് വിധേയമാക്കിയ ദൈവിക വിഷയങ്ങൾ ഇന്നത്തെ കുറേയേറെ യുക്തിവാദികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും നിരുപമമാണ് നിരീശ്വരത്വം എന്ന സ്വയം ഉറപ്പിക്കുകയും ചെയ്യുന്നു. സാക്ഷരതയാണ് പോംവഴി എന്നാണ് അവർ പറയുന്നത്. ഇവരൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ സാക്ഷരതയും പുരോഗമനവും കൊണ്ട് ഒന്നും നേടുകയുമില്ല. സാക്ഷരത എന്നത് ഉപരിപ്ലവമായ ഒരു റെക്കോർഡിംഗ് സംവിധാനം മാത്രമായിരുന്നു. എം.എ. ബേബിയുടെ തട്ടിക്കൂട്ട് മാനവീയം പോലെ ഉള്ളത്. സാക്ഷരത എന്ന പദം കമ്മ്യൂണിസ്റ്റ് എല്ലിൻ കഷ്ണമായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ തെരുവു നായ്ക്കൾ കടിച്ചു കീറുകയായിരുന്നു ഒരു കാലഘട്ടത്ത്. അതായിരുന്നു നാം പ്രതീക്ഷിച്ച പൂർണ്ണ സാക്ഷരത. ദൈവത്തിന് ബദൽ സംവിധാനം കൊണ്ടുവരുന്നില്ലെങ്കിൽ യുക്തിവാദം അടച്ചുപൂട്ടണം. ഉപമിക്കാനാവാത്തതാണ് നിരീശ്വരം എങ്കിൽ ദൈവത്തോടുള്ള തർക്കവിതർക്കങ്ങൾക്കപ്പുറം യുക്തിവാദികൾ കൊണ്ടുവരുന്ന സാമൂഹിക പരിഷ്കരണം വിശദമാക്കുകയും അത് ദൈവികവും ആത്മീയപരവുമായ മുക്തി, മോക്ഷം, സ്വർഗം എന്നിവയ്ക്കൊക്കെ ബദൽ വയ്ക്കാവുന്ന വിപ്ലവാത്മക നവീനതയാണ് എന്ന് ഇക്കണ്ട ലോകജനത്തിന് ബോധ്യമാകുകയും വേണം. ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിനപ്പുറമുള്ള പുത്തൻ സാമൂഹിക പരിഷ്കരണത്തിനാവശ്യമായ ടൂൾസ്? വ്യത്യസ്തൻ ഉറക്കെ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ പുതിയ ആവിഷ്കാരത്തിലേക്ക് നയിക്കാവുന്ന എനർജറ്റിക് ഭാവനയ്ക്ക് വേണ്ട ഇന്ധനം നിങ്ങൾ പുറത്തെടുക്കൂ. ഇല്ലെങ്കിൽ സി ചന്ദ്രനും ജാമിത ടീച്ചറും ആരിഫ് ഖാൻ തെരുവത്തും ടോമി സെബാസ്റ്റ്യനും ജോസ് കണ്ടത്തിലും എനിക്കുള്ള ഉത്തരമായി യുക്തിവാദികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് വിശദമാക്കി തരുമെന്ന് ആശിക്കുന്നു. കുറഞ്ഞപക്ഷം അനവധി വിഷയങ്ങളിൽ ഉത്തരമില്ലാതെ ലോകജനം മരിച്ചു വീഴുക തന്നെയാണ്. അതിലെ സുപ്രധാന വിഷയങ്ങൾ നിത്യജീവിതവുമായി ബന്ധപ്പെടാത്ത സാങ്കല്പിക വിഷയങ്ങളായ മുക്തി, മോക്ഷം, സ്വർഗം, പുനർജന്മം എന്നതും ഇവയുടെയൊക്കെ ഉത്തരവാദിത്വം പേറുന്ന അനവധി ദൈവങ്ങളും അവരോടൊക്കെയുള്ള തർക്കങ്ങളിലും പറ്റി യാതൊരു തരത്തിലും തീർപ്പ് കൽപ്പിക്കാനാവാതെ വരികയും അഴകുഴമ്പൻ താൽക്കാലിക പദങ്ങളായ നിരുപമം, നിരീശ്വരം എന്നൊക്കെയുള്ള ദ്വയാക്ഷരപ്രാസ പ്രയോഗം കൊണ്ട് സ്വയം അഭിരമിക്കുകയും ചെയ്യുന്നത് അത്യധികം ഖേദകരമാണ്. എസൻസ് ഗ്ലോബൽ എന്ന ബാനറിൽ നടന്നുവരുന്ന എല്ലാവിധ പ്രോഗ്രാമുകളും ഉപരിപ്ലവത്തിൽ നുരയ്ക്കുന്ന കൃമികളായി തീരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തനെ സംബന്ധിച്ച് ഇത് അത്യധികം അസഹ്യമായി തോന്നുന്നു. ഈ വിഷയത്തിൽ വെറും തർക്കവിതർക്കങ്ങൾക്കപ്പുറമാണ് വ്യത്യസ്തൻ നിലകൊള്ളുന്നത്. ആയതുകൊണ്ട് എന്നത്തെയും പോലെ ഇക്കാലത്തും തർക്കാധിപത്യം നിലനിർത്തി നവീന ജനുസുകളെന്ന് അവകാശപ്പെടുന്ന യുക്തിവാദികൾ മുമ്പോട്ടുള്ള അവരുടെ പ്രയാണം എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന ചിന്തകളുടെ ജീർണതയിൽ നിന്നും വരൾച്ചയുടെ മുരടിപ്പായി തോന്നിപ്പിക്കുന്ന നിരുപമം, നിരീശ്വരം എന്ന ഫൈനൽ കട്ടിംഗ് പ്രയോഗം നടത്തിക്കൊണ്ട് ലോക യുക്തിവാദത്തിന് തിരശീല ഇട്ട തോന്നലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുക്തിവാദികൾ നിങ്ങളുടെ പ്രയാണം അവസാനിപ്പിച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സി ചന്ദ്രൻ പറഞ്ഞതുപോലെ ജാതിമത ചിന്തകൾക്ക് അതീതരായ മനുഷ്യരെ സൃഷ്ടിക്കാൻ ശ്രമിക്കാം. അവനവൻ്റെ ദൈവവും മതവും മതിയെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊന്നൊടുക്കുന്ന പൂർണ്ണമായ മാനസികാവസ്ഥയിലേക്ക് ഏതാണ്ട് ഇന്നുള്ള ലോകജനം കൂപ്പുകുത്തിയിരിക്കുന്നു. യുദ്ധങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നതിൻ്റെ ആന്തരികാർത്ഥം ഈ മതചിന്തകളിൽ നിന്നുമാണ്. മതങ്ങളിലുള്ളവർ പോലും ഇതൊക്കെ അറിയുന്നവരാണ്. പക്ഷേ സ്വതന്ത്രമായ ബദൽ സംവിധാനം അവർക്കും അറിഞ്ഞുകൂടാ. ആയതുകൊണ്ട് നമുക്ക് അതിനായി ശ്രമിക്കാം എന്ന് വ്യത്യസ്തൻ.